അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക സയ്യിദനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു എന്നറിയിക്കുന്ന ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയിൽ നിന്നും അല്ലാതെയുമായി ഈ തരത്തിൽ ധാരാളം വചനങ്ങൾ വന്നതായിട്ട് കാണാം. മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ പുഞ്ചിരിക്കുന്ന മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാഹിക്കായി ചിരിക്കുന്നതിനെ ഞാൻ കണ്ടിട്ടില്ല. ചിരിയെ പ്രധാനമായും രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് പുഞ്ചിരിയും മറ്റൊന്ന് പൊട്ടിച്ചിരിയുമാണ്. പുഞ്ചിരി എന്ന് പറയുന്നത് മംദൂഹാണ്, അഥവാ എല്ലാ നിലയിലും പ്രശംസിക്കപ്പെട്ടിട്ടുള്ളതും. പൊട്ടിച്ചിരി എന്ന് പറയുന്നത് മക്രൂഹാണ്, ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ളതും ആണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചിരി എന്നത് പുഞ്ചിരിയാണ്. അതാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും. എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിച്ചിരിച്ചിട്ടില്ലെന്നാണ്. എന്നാൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ അണപ്പല്ല് കാണുന്ന തരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു എന്ന് കാണാം. പുഞ്ചിരിയും പൊട്ടിച്ചിരിയും തമ്മിൽ വേർതിരിയുന്നത് രണ്ടു കാര്യങ്ങളിലാണെന്നാണ്. ഒന്ന്, പൊട്ടിച്ചിരിയിൽ അണപ്പല്ല് പുറത്തേക്ക് കാണും, പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് ശബ്ദമുണ്ടാകും എന്നതാണ്. ഈ രണ്ട് കാര്യവും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനത്തിൽ അവിടുത്തെ ചിരിയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ ഹദീസ്, ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഹദീസിൽ പറയുന്നുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഒരിക്കൽ രണ്ട് പാവക്കുട്ടികൾ, പെൺകുട്ടികളായ പാവക്കുട്ടികളെ കൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ്. ഇത് കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. അപ്പോൾ രണ്ട് പാവക്കുട്ടികളും അതിൻ്റെ മധ്യഭാഗത്ത് ചിറകുള്ള ഒരു മൃഗത്തെയും ഒരു കുതിരയെയും കണ്ടു. ഇതെന്താണ് ആയിഷ എന്ന് ചോദിച്ചു. എൻ്റെ കുട്ടികളാണെന്ന് പറഞ്ഞു. അവയുടെ മധ്യത്തിലുള്ള ആ ചിറകുള്ള മൃഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് വാഹനമാണ്, സഞ്ചരിക്കാനുള്ളതാണ്, യാത്ര ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ ചിറകുള്ള മൃഗമോ എന്ന് ചോദിച്ചു. അപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാമിന് ചിറകുള്ള ഒരു മൃഗമുണ്ടായിരുന്നു എന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു എന്ന് പറഞ്ഞ ആ വാക്യത്തിൽ, ആ വചനത്തിൽ ഹത്താ യുറാ നവാജിദുഹു ഹത്താ റഅയ്തു നവാജിദഹു, അങ്ങനെ നബി തങ്ങൾ ചിരിച്ച് ഞാൻ നബി തങ്ങളുടെ അണപ്പല്ല് കണ്ടു എന്ന് വന്നിട്ടുണ്ട്. ഈ ഹദീസിനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിരിയിലേക്ക് ജംഅ ചെയ്തുകൊണ്ട് മഹാന്മാരായ ആളുകൾ അത് വളരെ അപൂർവമായും അത് മുബാഹിനെ, ഹലാലിനെ ബയാൻ ചെയ്യാനും മാത്രമുള്ള ഒരു സമീപനമായേ കാണാൻ പറ്റൂ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാധാരണ ശൈലി തബസ്സും എന്ന പുഞ്ചിരി തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിരി രണ്ടു തരത്തിലാണുള്ളത്. മുത്തുനബിയുടെ ചിരി പുഞ്ചിരിയാണ് എന്ന് കാണാം. ആക്ഷേപിക്കപ്പെട്ട ചിരി ലഹ്ക്ക് എന്ന പൊട്ടിച്ചിരിയാണ്. വേറെ ഹദീസുകളിൽ ലഹ്ക്ക് എന്ന് കാണാമെങ്കിലും ആ ലഹ്ക്കിനെ തബസ്സുമിലേക്ക് ഹംല് ചെയ്തിട്ടുള്ളതും പുഞ്ചിരിയെക്കുറിച്ചുള്ള ഭാഷാപരമായ ഒരു പരാമർശം മാത്രമാണ് അവിടെ ലഹ്ക്ക് എന്നും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിരിയെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അത് പുഞ്ചിരിയാണ്. രണ്ടു കാര്യങ്ങളില്ലാതെ ചിരിക്കുന്നതിനാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. ഒന്ന്, അണപ്പല്ല് പുറത്ത് കാണാതിരിക്കുകയും രണ്ട്, ശബ്ദം പുറത്തേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നതാണ്.
ഇങ്ങനെയുള്ള ഈ തബസ്സുമിന് ഒരുപാട് ഗുണങ്ങൾ, മദ്ഹുകൾ പറയപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം, അത് ഈമാനിൻ്റെ ശാഖയായി എണ്ണിയിട്ടുണ്ട് എന്നതാണ്. ഈമാനിന് 70-ൽ ചില്ലാനം ശാഖകളുണ്ട് എന്ന് പറയുന്ന വചനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ത്വലാഖത്തുൽ വജ്ഹി മിനൽ ഈമാൻ, മുഖപ്രസന്നത, അതിനാണ് തബസ്സും, പുഞ്ചിരി എന്ന് പറയുന്നത്. അത് ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് ഹദീസിൽ കാണാം. ഈ തബസ്സും, ത്വലാഖത്തുൽ വജ്ഹ് എന്ന് പറയുന്നത് ഈമാൻ്റെ ഭാഗമായി എണ്ണിയിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ ഷറഫ്. അതിൻ്റെ രണ്ടാമത്തെ ഷറഫ് സലാമിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്നതാണ്. ഒരാളെ കണ്ടുമുട്ടുമ്പോൾ, ഒരാളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ആദ്യം അസ്സലാമു അലൈക്കും എന്ന് പറയും, പിന്നെ സലാം ആവർത്തിക്കുന്നില്ല, പക്ഷേ ചിരി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സലാം എന്നത് ഒരു പ്രാവശ്യവും ചിരി ധാരാളം പ്രാവശ്യവുമാണ് എന്നതാണ് അതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത. പുഞ്ചിരിയുടെ മൂന്നാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമോ ബുദ്ധിമുട്ടോ സങ്കടമോ ദേഷ്യമോ ഉണ്ടാവുന്ന സമയത്തിലും ചിരിക്കാറുണ്ടായിരുന്നു എന്നതാണ്. ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദേഷ്യം വന്ന സമയത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു കാണിച്ചു എന്ന് വന്നിട്ടുണ്ട്. നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്തും നബി തങ്ങൾ പുഞ്ചിരിച്ചിട്ടുണ്ടെന്നതാണ്. ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ രോഗബാധിതനായി മരണത്തിൻ്റെ മുന്നോടിയായുള്ള അസുഖത്തിൽ കിടക്കുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്ന് നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തൻ്റെ റൂമിൽ നിന്ന് കർട്ടൻ നീക്കി പള്ളിയിലേക്ക് നോക്കിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്നത് കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചു എന്ന് ആയിഷ ബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അഞ്ചാമത്തെ കാര്യം, ഒരു അംഗീകരിക്കപ്പെട്ട എൻ്റർടൈൻമെൻ്റാണ് പുഞ്ചിരി എന്നതാണ്. പല എൻ്റർടൈൻമെൻറ്റുകളും ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് പരിഹാസം അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്തതാണ്. പരിഹാസം എന്ന് പറയുന്നത് ഇന്ന് ദഅവത്തിൻ്റെ ഭാഗമായി വരെ നടന്നു വരുന്നുണ്ട്. പക്ഷേ ഒരിക്കലും പരിഹാസം ദഅവത്തല്ല, പരിഹാസം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പരിശുദ്ധമായ ശരീഅത്തിൽ പല എൻ്റർടൈൻമെൻറ്റുകളും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നിരിക്കെ ചിരി എന്നത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട ഒരു എൻ്റർടൈൻമെൻറ്റാണ് എന്നതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തമ്മാടിയോട് പോലും ചെയ്തിട്ടുള്ള ഒരു മറുസമീപനമാണ് പുഞ്ചിരി എന്നതാണ്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു അറാബിയായ മനുഷ്യൻ വരികയും നബി തങ്ങളുടെ തോളിലുണ്ടായിരുന്ന പുതപ്പിനെ വലിക്കുകയും അതിൻ്റെ കര മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളിൽ അടയാളമുണ്ടാക്കുകയും ചെയ്തപ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് അയാളോട് പുഞ്ചിരിച്ചു എന്ന് നമ്മൾ വളരെ ചെറുപ്പം മുതൽ തന്നെ പഠിക്കുന്ന ഒരു വചനമാണ്, ഒരു ഉദ്ധരണിയാണ്. അപ്പോൾ ശത്രുവായ ആൾ, തമ്മാടിയായ ആൾ, അക്രമം ചെയ്ത ആളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനമാണ് പുഞ്ചിരി എന്നത്. ഇങ്ങനെ 6 പ്രധാനപ്പെട്ട വിഷയങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിയെ ചർച്ച ചെയ്തപ്പോൾ മഹത്തുക്കളായ മുൻഗാമികൾ പറഞ്ഞു വെച്ചതായി കാണാം. മനുഷ്യൻ്റെ എന്നല്ല, ലോകത്തെ എല്ലാ ജീവികളുടെയും അടിസ്ഥാന പ്രകൃതം ചിരിക്കുക എന്നതാണ്. കരയാൻ കാരണം വേണം, ചിരിക്കാൻ കാരണം വേണ്ട എന്നതാണ്. ഒരു കുട്ടി കരയുകയാണെങ്കിൽ നമ്മൾ കാരണം അന്വേഷിക്കും. ഒരു കുട്ടി ചിരിക്കുന്നതിന് സാധാരണഗതിയിൽ കാരണം അന്വേഷിക്കാറില്ല. ലോകത്തെ എല്ലാ ആകർഷണീയമായ വസ്തുക്കളുടെയും പ്രകൃതം പുഞ്ചിരിക്കുന്ന പ്രകൃതമാണെന്നാണ്. പൂവുകൾ നമ്മൾ ധാരാളമായി കാണുന്നതും ആസ്വദിക്കുന്നതുമാണ്. പൂവിൻ്റെ പ്രകൃതം ചിരിക്കുന്നതാണെന്നാണ്. ഫലങ്ങൾ, കായകൾ, ഇങ്ങനെ മനുഷ്യന് ഉപകാരപ്രദമായ എല്ലാ വസ്തുക്കളുടെയും പ്രകൃതം ചിരിക്കുന്ന പ്രകൃതമാകുന്നു എന്നാണ്. മനുഷ്യന് മാത്രമാണത്രേ
ചിരിയിൽ പിശുക്കുള്ളത്. മറ്റുള്ള എല്ലാ ജീവികളുടെയും മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അവകൾ ചിരിക്കുന്നതായ ഫീലിംഗാണ് ലഭിക്കുക എന്നാണ്. അതുകൊണ്ട് അടിസ്ഥാന പ്രകൃതത്തിലേക്ക് മടങ്ങൽ കൂടിയാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. അത് ഇബാദത്താണ്, അത് ഇത്തിബായിൽപ്പെട്ടതാണ്, അത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ആ നിലയിൽ ചിരിയെ കാണുകയും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പിൻപറ്റലിൻ്റെ ഭാഗമായി അതിൻ്റെ നിയ്യത്തിനെ നന്നാക്കിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം എന്നതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും മുത്തുനബിയോടുള്ള ഇത്തിബായിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.